ഫ്രണ്ട്സ്, ഇന്നത്തെ യാത്ര നിളാരതി കാണാനാട്ടാ. ആ അറ്റത്ത് കാണുന്ന ലൈറ്റിട്ടുള്ള ഭാഗമില്ലേ, അതാണ് മെയിൻ എൻട്രൻസ്. അതിൽ കൂടെ വേണം നമ്മൾ നിളാരതി നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട്. താൽക്കാലികമായിട്ട് നിർമ്മിച്ചൊരു പാലൊക്കെ അവിടെ ഉണ്ട്. ആ പാലം താൽക്കാലികമായതുകൊണ്ട് തന്നെ അതിൽ കൂടെ നടക്കാനൊരു ചെറിയ പേടിയൊക്കെ തോന്നി പോകുമ്പോൾ. ഇപ്പം ഈ എൻട്രൻസിൻ്റെ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു ചെക്കിങ് പോലൊരു സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പാലത്തിൻ്റെ മുകളിൽ കൂടെ പോകാനായിട്ട്. പാലത്തിൻ്റെ അവിടെ നമ്മൾ നടക്കുമ്പോൾ കുറേ സേഫ് ഗാർഡുകളൊക്കെ ഉണ്ടാവും പല സ്ഥലങ്ങളിലായിട്ട്. അവരെല്ലാവരും ഒരുമിച്ചല്ല വിടണേ, കുറച്ച് ആൾക്കാരെ തന്നെ വിടണുള്ളൂ. അല്ലെങ്കിൽ പാലം ആൾക്കാരുടെ സേഫ്റ്റി കണക്കിലെടുത്തിട്ടാണ് കുറച്ച് ആൾക്കാരെ തന്നെയായിട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഈ പരിപാടിക്ക്. ഒരു നദിക്ക് കുറുകെയാണ് നമ്മൾ ഈ പരിപാടി നടക്കണത് തന്നെ. ഇപ്പോൾ ഇതേ നമ്മൾ അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ്. കണ്ട ഒരുപാട് വഴിവിളക്കുകളും പിന്നെ ഈ പാലത്തമ്മ കൂടെ മാത്രമല്ല കേട്ടോ നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുക. അവിടെ എന്താ പറയുക, ബോട്ടുണ്ട്, വഞ്ചിയുണ്ട് നമുക്ക് അപ്പുറത്തേക്ക് കടക്കാനായിട്ട്. അത് അമ്പലത്തിൻ്റെ സൈഡിൽ നിന്നാണ് അങ്ങനെ ഒരു സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. പിന്നെ അതിന് മുൻകൂട്ടി ടോക്കൺ എന്തോ എടുക്കണം എന്ന് തോന്നുന്നു, അറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ ഇത് നമ്മൾ ഇവിടെ എത്തി. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരുപാടുണ്ട്. ഒരുപാട് പേര് ബലിയിടാനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മുങ്ങി കുളിച്ച് തൊഴുണ്ട്. പിന്നെ നോക്കിയത് ഇത് നിളാരതി കാണാനായിട്ട് ഒരുപാട് ആൾക്കാരാണ് തിങ്ങി നിറഞ്ഞ് എല്ലാവരും. അപ്പോൾ നമ്മുടെ കമ്മിറ്റിക്കാരായാലും ഉദ്യോഗസ്ഥരായാലും എല്ലാവരും പറയുന്നത് എല്ലാവരും ഇരുന്ന് കാണുക, അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കാണാം എന്ന് പറഞ്ഞ് അത്രയും ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ ഒരുമിച്ച് നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരേ സ്ഥലത്തേക്ക് ഗ്യാപ്പുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഫില്ല് ചെയ്ത് അത്രയും ആൾക്കാരെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും ഭക്തിസാന്ദ്രമായിട്ടുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുള്ള ഓരോ ജനങ്ങൾക്കും ഈ പരിപാടി നന്നായിട്ട് കാണണം, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പ്രത്യേകം പറയണം. പിന്നെ വാരണസിയിൽ നിന്ന് വന്നിട്ടുള്ള ആചാര്യന്മാരാണ് ഇവിടെ ആരതിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏകദേശം 1 മണിക്കൂറിനടുത്തുണ്ടാവും ഈ ആരതിയും കാര്യങ്ങളൊക്കെ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുട്ടികളും മക്കളുള്ളവർക്കൊക്കെ ഒരുപാട് നേരം ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരൊക്കെ കുറേശ്ശെ എണീച്ച് തിരിച്ച് പോയി തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ആരതിയൊക്കെ അവസാനിച്ചു. അപ്പോൾ ഓരോരുത്തരായിട്ട് പോയി തുടങ്ങി. പിന്നെ ഇത്രയും തിരക്കുള്ള കാരണം നമുക്ക് പെട്ടെന്ന് അപ്പുറത്തേക്ക് പോകാൻ ആയിട്ട് നിന്നിട്ടാണ് നമ്മളതിനെ അപ്പുറത്തേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു 10 മണിയോട് കൂടിയിട്ട് തന്നെ ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ.